ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ പാകിസ്ഥാന് പിന്തുണ പ്രഖ്യാപിച്ച് അൽ-ഖ്വയ്ദയുടെ ഒരു പ്രസ്താവന പുറത്തുവരികയാണ്. അൽ-ഖ്വയ്ദയുടെ പിന്തുണ എല്ലാ കാലത്തും പാകിസ്ഥാൻ തന്നെയാണ്. ഇന്ത്യക്കെതിരായ പാകിസ്ഥാന്റെ ആയുധം കൂടിയാണ് അൽ-ഖ്വയ്ദ. ലോകമാകെ ഭീകരത പടർത്താൻ കിണഞ്ഞു പരിശ്രമിക്കുന്ന സംഘടനയാണ് അൽ-ഖ്വയ്ദ. അൽ-ഖ്വയ്ദ ഇപ്പോൾ ഇന്ത്യക്കെതിരെ രംഗത്ത് വരുന്ന പ്രസ്താവനയുടെ രൂപമാണ് ഇപ്പോൾ സ്ക്രീനിൽ പ്രേക്ഷകർ കാണുന്നത്. അൽ-ഖ്വയ്ദ ഓഫ് ഇന്ത്യൻ സബ് കോണ്ടിനെന്റിന്റെ പേരിലാണ് ഈ പ്രസ്താവന പുറത്തു വന്നിരിക്കുന്നത്. ഈ ബസന്ത വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബസന്ത, ഇതിൽ അത്ഭുതങ്ങളൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അൽ-ഖ്വയ്ദ അത്തരമൊരു പിന്തുണ നൽകിയില്ലെങ്കിൽ മാത്രമേ അത് വാർത്തയാവുന്നുള്ളൂ. എന്തായാലും ഇത്തരമൊരു പ്രസ്താവനയിലൂടെ വീണ്ടും പ്രകോപനം സൃഷ്ടിക്കുക എന്നുള്ള ഒരു നീക്കത്തിലേക്കാണോ പോകുന്നത്? മാർഷൽ, ഇത് അൽ-ഖ്വയ്ദ ഓഫ് ദി ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് എന്നുള്ള പേരിലുള്ള ഒരു സംഘടനയാണ്. ASIS എന്നാണ് ഇതിന്റെ തലക്കെട്ടിൽ പറയുന്നത്. അവരാണ് ഇപ്പോൾ പാകിസ്ഥാന് പൂർണ്ണ പിന്തുണയുമായി വന്നിരിക്കുന്നത്. ഇന്ത്യയുടേത് ഒരു അഗ്രഷനാണ്, അല്ലെങ്കിൽ ഒരു കടന്നുകയറ്റമാണ് എന്നുള്ളതാണ് ഇപ്പോൾ അൽ-ഖ്വയ്ദ പറയുന്നത്. അൽ-ഖ്വയ്ദ പൂർണ്ണമായും തന്നെ അഫ്ഗാൻ മേഖലകളിലൊക്കെ പൂർണ്ണമായും തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ഒരു സാഹചര്യം. പക്ഷേ അവരുടെയൊക്കെ സ്ലീപ്പർ സെല്ലുകൾ ഇപ്പോഴും പലയിടത്തും സജീവമായി ഉണ്ട് എന്നുള്ളതാണ്. IS-ന്റെ തന്നെ മറ്റൊരു രൂപം, അൽ-ഖ്വയ്ദയുടെ തന്നെ മറ്റൊരു രൂപം IS ഒക്കെ തന്നെ പല രീതിയിൽ പ്രവർത്തിക്കുന്നവരാണ്. ഇപ്പോൾ ഈ ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ വലിയ തോതിൽ പ്രചരിക്കുന്നത്. അതായത് പാകിസ്ഥാനെതിരെയുള്ള ഇന്ത്യയുടെ വർഷങ്ങളായി തുടരുന്ന ഒരു ക്രിമിനൽ നടപടിയുടെ തുടർച്ച മാത്രമാണ് ഇത് എന്നുള്ളതാണ്. ഇതിനെ പ്രതിരോധിക്കേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും പറയുന്നത്. ഇന്ത്യയിലെ സർക്കാർ, ഭാഗ്വ സർക്കാർ എന്നുള്ളൊരു വാക്കാണ് അവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് വലിയ തോതിൽ പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണുള്ളത്. അത് ഇന്ത്യക്കെതിരെയുള്ള ഒരു നീക്കമായി വേണമെങ്കിൽ ഇത് കാണാം. അത് പക്ഷേ ഇപ്പോൾ ഏറ്റവും രസകരമായൊരു വസ്തുത എന്ന് പറയുന്ന താലിബാൻ ഇന്ത്യക്ക് ഒപ്പം നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാർ ഇന്ത്യയുടെ ഒപ്പം തന്നെയാണ് ഈ വിഷയത്തിലുള്ളത്. പാകിസ്ഥാൻ അനുകൂലമായിട്ട് വലിയ തോതിലുള്ള നിലപാടുകളൊന്നും തന്നെ അവർ എടുത്തിട്ടുമില്ല. ഇന്ത്യയെ പിന്തുണയ്ക്കുന്ന തരത്തിൽ, അതായത് ഇത്തരം നടപടികൾ പാടില്ല, പഹൽഗാം പോലുള്ള ഭീകരാക്രമണങ്ങൾ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു നിലപാട് താലിബാന്റെ ഭാഗത്തു നിന്ന് വന്നിരുന്നു. അവർ അപലപിക്കുകയും ചെയ്ത ഒരു സാഹചര്യമാണുള്ളത്. അതിന്റെ പിന്നാലെയാണ് ഇപ്പോൾ ഈ ASIS എന്നുള്ള പേരിലുള്ള ഈ ഒരു പോസ്റ്റർ, ഒരു നോട്ടീസ് ഇപ്പൊ കിടന്ന് കറങ്ങുന്നത്. ഈ നോട്ടീസിന്റെ ഉള്ളടക്കത്തിൽ, ASIS-ന്റെ നോട്ടീസിന്റെ ഉള്ളടക്കത്തിൽ സബ് കോണ്ടിനെന്റൽ എന്നൊരു വാലുകൂടി ഉണ്ടല്ലോ ഈ സംഘടനയ്ക്ക്. ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണി സ്വരമാണോ? തീവ്രവാദ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തും എന്ന ഭീഷണി സ്വരമുണ്ടോ? നമ്മുടെ ആഭ്യന്തര സുരക്ഷയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ഭീഷണി എന്ന നിലയിലാണോ? മാർഷൽ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഇത്തരം സംഘടനകളുടെയൊക്കെ തന്നെ, അതായത് നിരോധിക്കപ്പെടുകയോ അല്ലെങ്കിൽ പല ചിന്നിച്ചിതറിയോ ഒക്കെ പോയി കഴിഞ്ഞിട്ടുള്ള സംഘടനകളുടെയൊക്കെ സ്ലീപ്പർ സെല്ലുകൾ പല രാജ്യങ്ങളിലുമുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് തുടങ്ങിയ ഈ ഉപഭൂഖണ്ഡത്തിൽ പൂർണ്ണമായും തന്നെ ഇത്തരത്തിലുള്ള സ്ലീപ്പർ സെല്ലുകൾ ഉണ്ട്. ഇവർ പല തോതിൽ പല രീതിയിൽ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ്. അതിപ്പോൾ കാശ്മീരിലുള്ള ഒരു സംഘടന, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പ്രവർത്തകരായിരിക്കും, അല്ലെങ്കിൽ ഇവിടെ മറ്റേതെങ്കിലും ബംഗ്ലാദേശിൽ ഉള്ളവരായിരിക്കാം. അങ്ങനെയുള്ള ഏതെങ്കിലും ആൾക്കാരായിരിക്കും ഇതിന് പിറകിൽ പ്രവർത്തിക്കുന്നതെന്നാണ് ഇന്റലിജൻസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. അത്തരത്തിലുള്ള ഏതെങ്കിലും സെല്ലുകൾ വഴി പ്രചരിപ്പിക്കപ്പെടുന്ന, അവരുടെ ആ ഒരു കൂട്ടായ്മയിൽ പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു പ്രസ്താവനയാണ് അതിപ്പോൾ തൽക്കാലം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് പാകിസ്ഥാൻ അനുകൂലമായിട്ടുള്ള നിലപാടാണ് നമ്മൾ എടുക്കേണ്ടത് എന്നുള്ള തരത്തിലുള്ള ചില സൂചനകൾ. ഇവരെ പൂർണ്ണമായി, അൽ-ഖ്വയ്ദയെ പൂർണ്ണമായും തകർത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പോൾ ഇവരുടെ ഇത്തരം അതിൽ നിന്ന് ചിന്നിച്ചിതറിപ്പോയി ഇപ്പോഴും ഇത്തരം പ്രവർത്തനങ്ങളുമായി നിൽക്കുന്ന, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭീകര സംഘടനകളുമായി അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരാകാം ഇതിന് പിറകിൽ എന്നുള്ളതാണ് ഇന്റലിജൻസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന.